ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഏപ്രിൽ 1. തോൽവിയുടെ ഭീതിയിൽ ബി.ജെ.പിയുടെ വെപ്രാളം. ബി.ജെ.പിക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ അല്പം പോലും ആത്മവിശ്വാസമില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഭരണ സംവിധാനത്തെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ നടത്തുന്ന കൈവിട്ട കളികൾ. വർഗീയതയിലൂടെയും അഴിമതിയിലൂടെയും കോർപ്പറേറ്റ് ചങ്ങാത്തത്തിലൂടെയും വാരിക്കൂട്ടിയ കൂറ്റൻ ഫണ്ടും ഭരണ സംവിധാനത്തെ പൂർണ്ണമായും ദുരുപയോഗിച്ചുള്ള മോദിയുടെ പ്രതിച്ഛായ നിർമ്മിതിയും വ്യാജ പ്രചാരണങ്ങളുടെ കുത്തൊഴുക്കുമെല്ലാം സൃഷ്ടിച്ചിട്ടും ബി.ജെ.പി ജനവിധിയെ ഭയപ്പെടുന്നു. ഏകപക്ഷീയമായൊരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി പ്രതിപക്ഷ പാർട്ടികളെ തെരഞ്ഞെടുപ്പിൽ നിഷ്ക്രിയമാക്കുന്നതിന് ഏതറ്റം വരെയും പോകാൻ മോദി, അമിത്ഷാ കൂട്ടുകെട്ട് തയ്യാറായിരിക്കുന്നു. സംസ്ഥാനങ്ങളിൽ ഭരണത്തിലിരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളെ കേന്ദ്രഭരണത്തിൻ്റെ അധികാരവും ആനുകൂല്യങ്ങളും ദുരുപയോഗിച്ച് പിളർത്തി തുടക്കം കുറിച്ച പ്രതിപക്ഷ ഉന്മൂലനം ഇന്ന് ഇ.ഡിയെയും ആദായ നികുതി വകുപ്പിനെയും ഉപയോഗിച്ച് പ്രതിപക്ഷത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തടസ്സപ്പെടുത്തുക എന്ന അത്യന്തം മോശമായ നടപടിയിൽ വരെ എത്തിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷികളിലൊന്നായ ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച നടപടി ആഭ്യന്തര തലത്തിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലും വലിയ വിമർശനത്തിന് ഇടയാക്കിയത് ബി.ജെ.പിക്ക് കടുത്ത ജാള്യത ഉളവാക്കിയിട്ടുണ്ട്. ജർമ്മനിക്കും അമേരിക്കയ്ക്കും പിന്നാലെ ഐക്യരാഷ്ട്ര സംഘടന തന്നെ ഇന്ത്യയിൽ നടക്കുന്ന ജനാധിപത്യ പൗരാവകാശ ധ്വംസനങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പ് മുഖത്ത് നിൽക്കുന്ന ബി.ജെ.പിയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖം നഷ്ടപ്പെടുത്തി. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറെ പോലുള്ളവരുടെ വായാടിത്തം കൊണ്ടൊന്നും അതിൻ്റെ പ്രത്യാഘാതങ്ങൾക്ക് പ്രതിരോധം തീർക്കാനാവില്ലെന്ന് അറിയാമെങ്കിലും മുങ്ങിത്താഴാൻ പോകുന്നവർ മരണവെപ്രാളത്തിലെന്നതുപോലെ എന്തും ചെയ്യുകയാണ് മോദി, അമിത്ഷാ കൂട്ടുകെട്ടും അവരുടെ ആജ്ഞാനുവർത്തികളായി തരം താഴ്ത്തപ്പെട്ട ഭരണ സംവിധാനവും. ഇലക്ട്രൽ ബോണ്ട് അടക്കമുള്ള വലിയ അഴിമതികളിലൂടെയും കോർപ്പറേറ്റ് ചങ്ങാത്തത്തിലൂടെയും അതിനെല്ലാം ഉപരി നിഗൂഢമായ പല മാർഗങ്ങളിലൂടെയും കണക്കില്ലാതെ ഫണ്ട് സംഭരിച്ചു വച്ചിരിക്കുന്ന ബി.ജെ.പി പ്രതിപക്ഷ പാർട്ടികളുടെ ഫണ്ടിന്മേൽ ആദായ നികുതി വകുപ്പിനെ ഉപയോഗിച്ച് പിടിമുറുക്കിയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ ചില അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും വൻതുക പിഴയടയ്ക്കാൻ നോട്ടീസ് നൽകുകയും ചെയ്തതിന് പിന്നാലെ CPIM, CPI, TMC എന്നീ പാർട്ടികൾക്കും പിഴയടയ്ക്കാൻ നോട്ടീസ് നൽകിയിരിക്കുന്നു. 7 വർഷം മുൻപ് സമർപ്പിച്ച കണക്കിൽ ഒരു അക്കൗണ്ട് വിട്ടുപോയെന്ന് പറഞ്ഞ് 15.59 കോടി രൂപ അടയ്ക്കണമെന്നാണ് CPIMന് കിട്ടിയിരിക്കുന്ന നോട്ടീസ്. പഴയ പാൻ കാർഡ് ഉപയോഗിച്ചെന്നാരോപിച്ച് CPIക്ക് ലഭിച്ചത് 11 കോടി രൂപ അടയ്ക്കാനുള്ള നോട്ടീസ്. ജനങ്ങളിൽ നിന്നുള്ള സംഭാവന കൊണ്ടും പാർട്ടി അംഗങ്ങളിൽ നിന്നുള്ള ലെവി കൊണ്ടും മാത്രം പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ പാർട്ടികളെ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ആദായ നികുതി വകുപ്പിനെ ഉപയോഗിച്ച് വേട്ടയാടുന്നത് തെരഞ്ഞെടുപ്പിൽ നിന്ന് പരോക്ഷമായി വിലക്കുന്നതിന് പോലും തുല്യമാണ്. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും മൂലം വലയുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം ഉയരുന്ന ജനരോഷം അപരമത വിദ്വേഷമായി വഴിതിരിച്ചുവിടുന്നതിനായി സംഘടിപ്പിച്ച രാമക്ഷേത്ര പ്രതിഷ്ഠയും പൗരത്വ നിയമ ഭേദഗതിയും പഴയതുപോലെ വർഗീയ വികാരമുണർത്താൻ പോരുന്നില്ല എന്ന തോന്നലിൽ നിന്നാണ് പ്രതിപക്ഷ പാർട്ടികളെ തകർക്കാനുള്ള ഗൂഢാലോചനകൾ ഉദയം കൊണ്ടത്. നിതീഷ് കുമാറിനെ മറുകണ്ഠം ചാടിച്ചും പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് ചിലരെ ചാക്കിട്ട് പിടിച്ചും പ്രതിപക്ഷ നിരയുടെ വിശ്വാസ്യത തകർക്കാൻ ശ്രമം നടന്നു. ഇ.ഡിയെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ കുരുക്കാൻ മുമ്പേ തുടങ്ങിയ ശ്രമങ്ങൾ ഊർജിതമാക്കി. ഏറെക്കാലമായി തുടരുന്ന മദ്യനയക്കേസിൽ പെട്ടെന്ന് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് AAP ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായതുകൊണ്ടും ഡൽഹിയിൽ AAP കോൺഗ്രസ് സീറ്റ് വിഭജനം പൂർത്തിയായതുകൊണ്ടുമാണെന്നാണ് നിഷ്പക്ഷ നിരീക്ഷണം. ഈ സാഹചര്യത്തിൽ ഡൽഹി രാംലീല മൈതാനത്ത് നടന്ന മഹാറാലി ജനങ്ങളുടെ പ്രതിഷേധവും പ്രതിപക്ഷത്തിൻ്റെ കരുത്തും വിളിച്ചറിയിക്കുന്നതായി. രാജ്യത്ത് ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിർത്തുന്നതിനുള്ള പ്രതിബദ്ധത പ്രതിപക്ഷ നേതൃത്വം ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. ജനവികാരം ഉൾക്കൊണ്ട രാഷ്ട്രീയത്തിൻ്റെ നയപ്രഖ്യാപനമായി അത്. കുതന്ത്രങ്ങളും കുടിലതന്ത്രങ്ങളും വ്യാജ പ്രചാരണങ്ങളും വ്യാജ അവകാശവാദങ്ങളും വിദ്വേഷ രാഷ്ട്രീയവും വിധ്വംസക രാഷ്ട്രീയവും പയറ്റുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിനോട് ഏറ്റുമുട്ടുമ്പോൾ പുലർത്തേണ്ട ജാഗ്രത പ്രതിപക്ഷം ഉൾക്കൊള്ളുന്നു എന്നതിൻ്റെ കൂടി സൂചനയായി ഇന്ത്യ സഖ്യത്തിൻ്റെ മഹാറാലി. ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും നിലനിൽപ്പിനെ തന്നെ നിശ്ചയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനെ പ്രതീക്ഷാഭരിതമാക്കുന്നതാണ് പ്രതിപക്ഷ നിരയിലെ ഈ യോജിപ്പ്.